ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ രാജീവും വൈജയന്തിയും. അപ്പോൾ ഇതിനൊന്നും വകവയ്ക്കാതെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിലും മുന്നോട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറും ബാക്കത്തെ ഡോറൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അങ്ങനെ അലീനൻ്റെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട്, നീ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ആ താക്കോലും ഇങ്ങോട്ട് വാങ്ങിയിട്ട് വാ, നീ എന്തായാലും ഇന്ന് പോയേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ ഉന്തി തള്ളി വിടാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. അങ്ങനെ ബാലചന്ദ്രനും നമ്മുടെ അലീനയും കൂടെ കുറേ നേരം സംസാരിച്ചിട്ട് ബാലചന്ദ്രൻ പറയാണ്, നീ പൊയ്ക്കോ, നീ താക്കോലെടുത്തിട്ട് നീ പൊയ്ക്കോ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അലീന പറയാണ്, നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ എന്നെ എന്തിനെങ്ങനെ നിരകിക്കണ്? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ നിരങ്ങാനായിട്ട് ഇവിടേക്ക് വന്നതാ, അപ്പോൾ നിരങ്ങിയേ തീരൂ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ ആ രേവതിക്കുട്ടിയും അലീനയും കൂടിയുള്ള ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ അലീന ആകെ പൊട്ടിക്കരയാണ് അവിടെ വെച്ച്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. അതേ സ്പീഡിൽ തന്നെ ഈ സത്യങ്ങൾ മുഴുവൻ വൈജയന്തിയോട് എല്ലാവരോടും ഞാൻ പറയും. വൈജയന്തിയെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയാണ്. ഇതോടുകൂടി ഈ കുടുംബം അവസാനിച്ചു എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ അലീനൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ അത് കേട്ട് ആകെ വിഷമിച്ച് കരയാണ് നമ്മുടെ അലീന കേട്ടോ. അങ്ങനെ താഴെ ചെന്ന് വൈജയന്തിയുടെ അടുത്ത് പറയാണ്, എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ ഇവിടേക്ക് പോകുന്നില്ല, എന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുക. അങ്ങനെ ആ വിവരം വൈജയന്തി രാജീവിനെ വിളിച്ച് പറയാണ്. അപ്പോൾ അങ്ങനെ രാജീവും മനുവും കൂടി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്